ഇനിയിപ്പോൾ 4:30 വോട്ടും കട്ടന്റെ സമയമാണ്. വോട്ടും കട്ടനിലും ഇന്ന് സുജിത് ചന്ദ്രനും ലിജോ വർഗീസും ആസിഫ് മുഹമ്മദുമാണ് ചേരുന്നത്. അപ്പോൾ നമുക്ക് അവരിലേക്ക് പോകാം. ലിജോ വർഗീസ്, ഗുഡ് ഈവനിങ്. എന്താണ് ഇന്നത്തെ വോട്ടും കട്ടനിലെ ചൂടൻ രാഷ്ട്രീയ ചർച്ച? സ്വാതി, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് വോട്ടും കട്ടനിലും എനിക്കൊപ്പം വന്ന് സുജിത് ചന്ദ്രനും ആസിഫ് മുഹമ്മദും ഉണ്ട്. നമ്മൾ കൂടുതൽ രാഷ്ട്രീയ വർത്തമാനങ്ങൾ കുറെ കൂടി ആ തരത്തിൽ എടുക്കാമെന്ന്, അല്ലെങ്കിൽ ആ തരത്തിൽ ചർച്ച ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുള്ള നമ്മുടെ വോട്ടും കട്ടനും തുടങ്ങുകയാണ്. ആറന്മുള മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആറന്മുള മണ്ഡലം കഴിഞ്ഞ 2 തവണയായി LDF നിൽക്കുന്ന, അല്ലെങ്കിൽ LDFന് സിറ്റിംഗ് MLA ഉള്ള ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിൻ്റെ മണ്ഡലമാണ്. അവിടെ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥി വരുമെന്ന് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അത് അബിൻ വർക്കിയാണ്. അബിൻ വർക്കി അവിടെ സ്ഥാനാർത്ഥിയെ വരുന്നതിൽ അവിടെ DCCക്ക് വലിയ എതിർപ്പുണ്ട്. അതെങ്ങനെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാവുക? അവിടെ സാമുദായിക സമവാക്യങ്ങൾക്ക് വലിയ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത് ചർച്ചയാവുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും LDFൻ്റെയും UDFൻ്റെയും തവണത്തെ സ്ട്രാറ്റജി എന്നതാണ് നമ്മളിന്ന് വോട്ടും കട്ടനിലും പരിശോധിക്കുന്നത്. നമുക്ക് ആദ്യം സുജിത് ചന്ദ്രനിലേക്ക് പോകാം. ഏതാണ്ട് നാടാണ്, പണ്ടത്തെ മണ്ഡലമായിരുന്നു. അങ്ങനെ ആ നാടുമായി നല്ല ബന്ധമുള്ള ആളാണ്. അപ്പം ആദ്യം ഇപ്പോൾ LDFനെ കുറിച്ച് പറയുകയാണെങ്കിൽ CPM 2016 വീണ ജോർജിനെ പരീക്ഷിക്കുന്നു, അവിടെ വിജയിക്കുന്നു. 2021 വീണ്ടും അവർ MLA എന്ന നിലക്കുള്ള അവരുടെ പ്രവർത്തനം മികച്ച പ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയ്ക്ക് 2021 വീണ്ടും മത്സരിക്കുന്നു, അവരോട് ജയിക്കുന്നു. അവിടെ സാമുദായിക സമവാക്യങ്ങളുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ അടുത്തൊരു തവണ കൂടി, അതായത് നമ്മൾ ഇന്നത്തെ ഡൽഹിയിൽ നിന്ന് ശരത്ലാലിൻ്റെ വാർത്ത അടുത്ത് PB യോഗം ചേരാൻ പോവുകയാണ്. അവിടെയോടുകൂടി 2 ടേം എന്നുള്ള വ്യവസ്ഥ ഒരുപക്ഷെ CPM മാറ്റാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വീണ ജോർജ് മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് LDFൻ്റെ ഒരു സാധ്യതയെ അവിടെ കാണുന്നത്? ലിജോ പറഞ്ഞതുപോലെ ആറന്മുള മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ സ്ഥലം താമസം മാറിപ്പോയതല്ല. മണ്ഡല പുനർവിഭജനം വന്നപ്പോൾ ചെങ്ങന്നൂരായി. ആറന്മുള ഇപ്പോൾ തൊട്ട അയൽ മണ്ഡലമാണ്. കടമ്മനിട്ട രാമകൃഷ്ണനാണ് ആദ്യമായിട്ട് LDFിൽ നിന്ന് അവിടെ ജയിക്കുന്നത്. പിന്നെ ഇദ്ദേഹം വരുന്നു. പിന്നെ മെഴുവേലിയിലെ ഇത്തവണ നിന്ന രാജഗോപാലൻ വരുന്നു. അതിനുശേഷം 2 തവണയായിട്ട് ഇപ്പോൾ ജയിക്കുകയാണ്. പിന്നെ ശിവാസൻ നായർ വന്നു. 2 തവണയായിട്ട് ഇപ്പോൾ വീണ ജോർജ് ജയിക്കുന്ന മണ്ഡലമാണ്. അടിസ്ഥാനപരമായിട്ട് അതൊരു UDF മണ്ഡലമാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ 5 സീറ്റും പത്തനംതിട്ട ജില്ലയിൽ LDFന് കിട്ടിയെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് UDF സ്വഭാവമുള്ള മണ്ഡലമാണത്. ഇപ്പോൾ ഏറ്റവും അവസാനം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട്. കാര്യം 12 പഞ്ചായത്തുകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. അതിൽ 9 ഭരിക്കുന്നത് ഇപ്പോൾ LDF ആണ്. 2 മണ്ഡലം ഭരിക്കുന്നത് BJP ആണ്. ഒരു കൊളനട ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഇപ്പോൾ LDF ഭരിക്കുന്നത്. അപ്പോൾ കണക്കിൽ മുമ്പിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും UDF ആണ്. പക്ഷേ അവിടെ വീണ ജോർജിനൊരു എഡ്ജ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം 2 തരത്തിൽ ആറന്മുള മണ്ഡലത്തിൽ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഒന്ന്, മന്ത്രി മത്സരിക്കുന്ന മണ്ഡലം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള മന്ത്രിയുടെ ഇമേജും വകുപ്പിൻ്റെ ഇമേജും അവിടെ ചർച്ചാ വിഷയമാകും. പിന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആറന്മുള മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ്. ആ മണ്ഡലം നന്നായിട്ട് നോക്കിയ MLA കൂടിയാണ് നമ്മുടെ മന്ത്രി വീണ ജോർജ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ അവർക്കുണ്ട്. ഓർത്തഡോക്സ് സഭ അവിടുത്തെ മെയിൻ സഭയല്ല കേട്ടോ. അവിടുത്തെ സാമുദായിക സമവാക്യം വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. ശബരിമലയുള്ള മണ്ഡലമാണ്. പിന്നെ അവിടുത്തെ പ്രധാന ക്രിസ്ത്യൻ സഭ നോക്കുകയാണെങ്കിൽ മർത്തോമയാണ്. പിന്നെ നായർ വിഭാഗത്തിന് അവിടെ നല്ല വോട്ടുണ്ട്, ഈഴവ വിഭാഗത്തിന് വോട്ടുണ്ട്. അതെല്ലാം ഓർത്തഡോക്സ്, അത് കഴിഞ്ഞിട്ടേ ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭയ്ക്ക് വോട്ടുള്ളൂ. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ അവർക്കുണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. മുൻ സഭാ സെക്രട്ടറിയാണ് ഭർത്താവ്. അത് അവിടുത്തെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ് ഇപ്പോഴെന്ന് ഞാൻ കരുതുന്നില്ല. അവർക്കവിടെ നല്ല ഇമേജ് ഉണ്ട്. ആരോഗ്യരംഗത്ത് പൊതുവായിട്ടുണ്ടായ മുന്നേറ്റത്തിൻ്റെ ഇമേജ് അവർക്കുണ്ട്. അവരുടെ മണ്ഡലം നോക്കിയതിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം പോലും ആരോഗ്യ മേഖല വിവാദത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ അവിടെയുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പൊതുവേ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഇന്ത്യയിലെ ആരോഗ്യ മേഖല ഏറ്റവും നന്നായി പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളം തന്നെയാണ്. അതിനർത്ഥം ഇവിടെ സമ്പൂർണ്ണമാണെന്നൊന്നുമല്ല. ഇത്തരം ഒറ്റപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് വലുതായി കാണിക്കപ്പെടുന്നുമുണ്ട്. ഈ വലുതായി കാണിക്കപ്പെടാൻ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു വീണ ജോർജ്. അപ്പോൾ നമ്മുടെ മേഖലയിൽ നിന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയതാണ്. അതുകൊണ്ടൊരു അധിക ഓഡിറ്റ് വീണ ജോർജിനുണ്ടാവുന്നു, ആസ്വദിച്ചിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ
എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ ജോർജ് ആണെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. വീണ ജോർജ് കൂടി ഒരു സമ്മതം പറഞ്ഞു കഴിഞ്ഞാലും ലിജോ നേരത്തെ പറഞ്ഞതുപോലെ 2 വട്ടം ജയിച്ചവർക്ക് 1 വട്ടം കൂടി മത്സരിക്കാനുള്ള അനുമതി CPM ഇന്ന് ഔദ്യോഗികമായിട്ട് ആ തീരുമാനം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ സംഘടനയുടെ ഭാഗമായിട്ട്, അതായത് പാർട്ടിയുടെ ഭാഗമായിട്ട് വീണ ജോർജ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. വീണ ജോർജ് ഒരു തരത്തിലുള്ള എതിർപ്പില്ല. വീണ ജോർജ് കേസ് മൂളിക്കഴിഞ്ഞാൽ അവരോട് നിൽക്കുകയും ചെയ്യും. അവർക്കൊരു എഡ്ജ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, ഈ കണക്കിൽ UDF മുന്നിൽ നിൽക്കുമ്പോൾ പോലും. അത് തന്നെയാണ്. അത് ഇപ്പോൾ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലാസ്റ്റ് സുജിചന്ദ്രൻ പറഞ്ഞതുപോലെ വീണ ജോർജ് ഒരു പക്ഷേ ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഒരു പക്ഷേ ഇത്രയും വിമർശനങ്ങൾക്ക് വിധേയരായിട്ടുള്ള ഒരു മന്ത്രി വേറെ ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളിലും അവർ വന്ന് കൃത്യമായി മറുപടി പറയാറുണ്ട്. അവരെ ചില പ്രസംഗങ്ങൾ വലിയ തോതിൽ ട്രോളുകൾക്ക് വിധേയമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്ന പോലെ വളരെ അടുത്ത് മനുഷ്യരെ കണക്ട് ചെയ്യുന്ന ഒരു വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വലിയ തോതിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് കോഴിക്കോട് ഹർഷിനയുടെ വിഷയം, അതിനുശേഷം ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയം, ഇതിന് തൊട്ടുമുമ്പ് കൊല്ലത്തൊരു വിഷയം, അവിടെ ഒരു ചികിത്സാ പിഴവ്, അതിനു മുൻപ് ഒരു യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ വെച്ച് കൊലപാതകം നടക്കുന്നത്, അങ്ങനെയുള്ള അതായത് അത് നമുക്ക് വളരെ സ്പെസിഫിക് ആവുന്നതിന് കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം അവർ അതിൽ വിമർശന വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിമർശനങ്ങൾ ഏത് തരത്തിലായിരിക്കും വീണ ജോർജിനെ അവിടെ ബാധിക്കുക എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് പക്ഷേ അത് വലിയ രീതിയിൽ ബാധിക്കുന്നത് വെച്ചാൽ കേരള പൊതുസമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യെങ്കിൽ പോലും ആറന്മുള എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ അങ്ങനെ അങ്ങോട്ട് വീണ ജോർജിനെ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം ബാധിക്കാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ സർക്കാരിൻ്റെ കാലത്തും ഇതിലും കൂടുതൽ ശിശുമരണ നിരക്കുണ്ടായിരുന്നതാണ്, ഇതിലും കൂടുതൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വാസ്തവമാണ്. അതിൻ്റെ അകത്ത് സുചിത്രം പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ വീണ ജോർജ് എന്നുള്ള മാധ്യമപ്രവർത്തകയായി ഇരുന്നയാൾ അങ്ങനെ MLA ആകുന്നു, മന്ത്രിയാകുന്നു, ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. പക്ഷേ കേരളത്തിലെ ആരോഗ്യമേഖലയെ വെച്ചുകൊണ്ട് അങ്ങനെ വീണ ജോർജിനെ പ്രതിപക്ഷത്തിന് ടാർഗറ്റ് ചെയ്യാനോ ആറന്മുള മണ്ഡലത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ടും ഏതെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാക്കാനോ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മെഡിക്കൽ കോളേജുകളുടെ കാര്യം UDF സർക്കാരിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചങ്ങ് പോവുകയല്ലാതെ ആ മെഡിക്കൽ കോളേജുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുകയോ, ഇടുക്കി മെഡിക്കൽ കോളേജ് അടക്കം അത് മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യമില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജ് അല്ലാതാവുകയോ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സൗകര്യങ്ങൾ വികസിപ്പിച്ചത് മെഡിക്കൽ കോളേജ്. മാത്രമല്ല സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാക്കിയ ഒരു 10 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു 10 വർഷക്കാലമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഏറ്റവും കൂടുതൽ മരുന്ന് വാങ്ങിയ കാലം ഇതാണ്. ഏറ്റവും കൂടുതൽ മരുന്ന് വാങ്ങിയ കാലമാകുന്നത് എന്തുകൊണ്ടാണ്? സൗജന്യമായി കൂടുതൽ ആളുകൾക്ക് ഈ മരുന്നുകൾ നൽകുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഇൻഷുറൻസ് ചിലവാക്കിയ കാലം. ഇൻഷുറൻസിൻ്റെ ചിലവാക്കിയതെന്നൊക്കെ പറഞ്ഞാൽ അനേകം ഇരട്ടി ഇൻഷുറൻസാണ് മുൻ UDF സർക്കാരുകളുടെ കാലത്തെ വെച്ച്. അതിന് UDFനെ LDFനെ അളക്കില്ല കേട്ടോ. അതിന് മുമ്പുണ്ടായിരുന്ന UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ അത്രത്തോളമൊക്കെ ഇൻഷുറൻസൊക്കെ സംസ്ഥാനത്ത് ചിലവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ തുക വലിയ തുകയാണ്. അതും ഈ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഈ തുക ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വീണ ജോർജ് എന്ന് പറയുന്ന ആളെ അദ്ദേഹം അവർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആറന്മുളയിൽ അവരെ അങ്ങനെ ഈ ഒരു ചില ഇൻസിഡൻറ്റ് വെച്ചൊന്നും അളക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് മുമ്പുള്ള സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായതാണ്. അന്ന് ഇത് ചർച്ച ചെയ്തതാണ്. ജനം മറക്കുക എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ആറന്മുളയിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ചകൾ വളരെയാണ്. അപ്പോൾ ഏതായാലും വീണ ജോർജ് തന്നെ മത്സരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അവിടെ രാജു അബ്രാഹിമിന്റെ പേര് അവിടെ വരുന്നു. രാജു അബ്രാഹിം തന്നെയാണ് വീണ ജോർജ്. അതെ, പക്ഷേ ഇത്തരത്തിലുള്ള പേരുകൾ കൂടി അവിടെ രാഷ്ട്രീയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പേരുകളുടെ ചർച്ചകളോട് അവിടെ നടക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ച് UDFന് അവിടെ അതും ഓർത്തഡോക്സ് സഭയുടെ പിൻബലം എന്ന നിലയ്ക്കാണ് അബിൻ വർക്കി എന്ന ആളെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ UDF ശ്രമിക്കുന്നത്. അബിൻ ഒരു MLA ഒക്കെ അല്ലെങ്കിൽ ആറന്മുള എന്നല്ല MLA ഒക്കെ ആവാൻ ആ തരത്തിൽ ഇപ്പോൾ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖം നൽകി 2 മാസമായിട്ട് അതിന്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് UDFന്റെ ഒരു സാധ്യതകൾ എന്തായിരിക്കും? അബിൻ നല്ല സ്ഥാനാർത്ഥിയായിരിക്കും. പക്ഷേ അബിനെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതിൽ ജില്ലയിലെ കുറച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് സ്വാഭാവികമായി എതിർപ്പുണ്ട്. അവർ വിചാരിക്കുന്നത് അബിനെങ്ങാനും വന്ന് പോയി കഴിഞ്ഞാൽ ഇത്തവണ പരാജയപ്പെട്ടാൽ പോലും അടുത്ത തവണ അബിന് ക്ലെയിം ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ അബിനോട് വിജയിച്ച ഒരാൾ സാധ്യതയുണ്ട്. ഇത്തവണ തോക്കുന്നല്ല കേട്ടോ പറഞ്ഞു. അബിൻ നല്ല സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷേ വ്യാജ ID കാർഡ് വിവാദം ഇല്ലായിരുന്നെങ്കിൽ നേരിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ട ആളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. വ്യാജ ID കാർഡ് അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ സാമുദായിക സമവാക്യമൊക്കെ വെച്ചിട്ട് അവിടെയും അട്ടിമറിക്കപ്പെട്ടു പോയതാണ്. അപ്പോൾ ഒരു പക്ഷേ അബിൻ നല്ല സ്ഥാനാർത്ഥിയാണ്. കാരണം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്കൊരു തരത്തിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാളും ഇടപെടലിൻ്റെ കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ
രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം കൊടുത്ത സമരങ്ങൾക്കെല്ലാം അഭിനവ് ഉണ്ടായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് അഭിനയ വേണ്ട. അത് അവിടെ ആ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ സമുദായ വോട്ടുകൾക്ക് ഭയങ്കര പ്രാധാന്യം. ഈ ബാക്കിയുള്ള ക്ലെയിം ഉന്നയിക്കുന്ന എല്ലാവരും നായർ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ. വിജയ് ഇന്ദുചൂടൻ നായർ കാൻഡിഡേറ്റ് ആണ്. പഴകുളം മധു ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നായർ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള കുറച്ചധികം ആളുകൾ, എനിക്കൊന്നൊരു ഒരു പി മോഹൻദാസ് ഉണ്ട്, അതുപോലെ ഇപ്പോഴത്തെ ഒരു KPCCയുടെ സെക്രട്ടറിയും അദ്ദേഹവും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ഞാൻ പേര് അത്ര ഇതായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ആ പേരുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ മണ്ഡലത്തിൽ BJP ഉഴുതുമറിച്ചിട്ട ഒരു മണ്ഡലമാണിത്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJP ഫോക്കസ് ചെയ്യുന്ന ജില്ലകൾ നമുക്ക് നോക്കിയാൽ തിരുവനന്തപുരവും തൃശ്ശൂരും പിന്നെ പത്തനംതിട്ടയാണ്, പക്ഷേ ഈ പാലക്കാടുമാണ്. പക്ഷേ ഈ 4 ജില്ലകളും വെച്ച് നോക്കിയാൽ ഈ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ട് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കണക്കൂട്ടുന്നത് പൊളിറ്റിക്കലായിട്ട് തിരുവനന്തപുരവും ഒരു കൺസോൾട്ടേഷൻ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ എന്നൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് പത്തനംതിട്ടയിലാണ്. കാരണം ശബരിമല നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ സ്ത്രീ പ്രവേശം, ഇത്തവണ സ്വർണ്ണക്കൊള്ള, ഈ വിഷയങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും. നായർ കമ്മ്യൂണിറ്റിക്ക് ഇത്രയധികം വോട്ടുള്ള സ്ഥലമാണ്, ഈഴവ കമ്മ്യൂണിറ്റിക്ക് വോട്ടുള്ള സ്ഥലമാണ്. ആ തരത്തിൽ അണ്ടർലൈനായിട്ടൊരു ഹിന്ദു കൺസോൾട്ടേഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നൊക്കെ തരത്തിൽ അത് ആരും പുറമേ പറയില്ല. ഒരുപക്ഷെ BJP പോലും അത് പുറമേ പറയില്ലെങ്കിലും അത്തരം ഒരു കൺസോൾട്ടേഷൻ അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ആസിഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ തരം പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ദിവസത്തെ പ്രശ്നം അടക്കമുണ്ടെങ്കിൽ പോലും ആരോഗ്യ മേഖലയിൽ കേരളം കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുണ്ടാക്കിയ നേട്ടം നമുക്ക് വിസ്മരിക്കാവുന്ന നേട്ടമല്ല. അത് സാധാരണ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ പറയാം, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഒരു ആശുപത്രിയിൽ പോയിരുന്ന, ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിരുന്ന ആശുപത്രിയാണോ ഇപ്പോൾ? അവിടുത്തെ സൗകര്യങ്ങൾ മാറി, അവിടുത്തെ നീറ്റ്നെസ് മാറി, അവിടുത്തെ ഈവൻ അതിൻ്റെ ഭംഗി തന്നെ മാറി. കാത്ത് ലാബുകൾ ഇപ്പോൾ താലൂക്ക് ആശുപത്രികളിൽ വരെ വന്നു, ഡയാലിസിസ് സെൻ്ററുകൾ വരുന്നു, അതേപോലെ പിന്നെ കീമോതെറാപ്പി സൗകര്യങ്ങളൊക്കെയും വരുന്നു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ വീണ ജോർജിനൊരു ഇമേജ് ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ ജോർജിന് അവർക്ക് അവരുടെ നിലവിലെ മണ്ഡലം നോക്കിയതിൻ്റെ ഒരു എക്സ്ട്രാ വെയിറ്റേജും അവർക്കുണ്ട്. അപ്പോൾ അതിനെ കവച്ചു വെക്കുന്ന ഒരു സ്ഥാനാർത്ഥി വന്നാലേ അവിടെ UDFന് ഒരു സാധ്യതയുള്ളൂ. പക്ഷേ BJP നിർത്തുന്നത് ഒരു ഹിന്ദു കൺസോൾട്ടേഷനൊക്കെ കൂടിയും ശബരിമലയും ഒക്കെ രാജശേഖരനായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഈ വോട്ട് പിന്നെ വീണ ജോർജിനെതിരായിട്ടുള്ള വോട്ടുകളും സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഈ വോട്ടുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോയാൽ എന്താ സംഭവിക്കുക? വീണ ജോർജ് ജയിക്കും. അതെ, അങ്ങനെ ഒരു സാധ്യത കൂടെ അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആറന്മുള ഈ പറയുന്നത് പോലെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ് ഇത്തവണയും. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടായാലും അവിടെ മന്ത്രി എന്ന നിലയ്ക്ക് വീണ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് അബിൻ വർക്കി അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ച് വരികയായിരുന്നു. ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വോട്ടും കട്ടൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഇനിയിപ്പോൾ ലോക 2026 ഗൗതം അമ്രവുഞ്ചം ചേരും.